പെറ്റ്സ് ഓഫ് എൻഡേമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നായയെയും പൂച്ചകളെയും ഒന്നിച്ച് വളർത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. ഒന്നാമത്തത്, നമുക്ക് വ്യത്യസ്തമായ സ്വഭാവമുള്ള മൃഗങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ തമ്മിലുള്ള സൗഹൃദവും കളികളും എല്ലാം നമ്മൾ ആസ്വദിക്കുന്നു. 2, ആ കളികൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നു. നമ്മൾക്ക് സമാധാനമായ ഒരു ജീവിതമാണ് അതുകൊണ്ട് നൽകുന്നത്. 3, ചെറുപ്പം മുതലേ നമ്മൾ വളർത്തുന്ന നായയും പൂച്ചയുമാണെങ്കിൽ അവരുടെ ചെറുപ്പം മുതലുള്ള ശീലങ്ങൾ, വ്യത്യസ്തമായ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അതുങ്ങളെ നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുന്നു. 4, നമ്മൾ ഇവരുടെ കളി കാണുമ്പോൾ നമ്മളുടെ വീട്ടിലെ സന്തോഷവും സ്നേഹവും കൂടുന്നു, പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. 5, ഇവരുടെ കൂടെ നമ്മൾ കളിക്കുന്നതിലൂടെ എപ്പോഴും വീടിനുള്ളിൽ ഒരു കളിയും ചിരിയും എല്ലാം പ്രത്യക്ഷപ്പെടുന്നു. 6, ഇവരുടെ കൂടെ കളിക്കുന്നതിലൂടെ നമ്മൾക്ക് വ്യായാമം നമ്മൾ കഷ്ടപ്പെടാതെ തന്നെ ലഭിക്കുന്നു. അതിനാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിക്കുന്നു. 7, വീട്ടിലുള്ള എല്ലാവരുടെയും മാനസിക ആശ്വാസം ലഭിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും സന്തോഷം ലഭിക്കുന്നു. 8, ഇവരുടെ കുറുകുർ ശബ്ദം നമ്മുടെ മനസ്സിലെ അസുഖങ്ങളെ പെട്ടെന്ന് പുറത്തോട്ട് വരാതെയാക്കാൻ സഹായിക്കുന്നു. അതിനാൽ ഇവരെ വളർത്തുന്ന വീടുകളിൽ അസുഖങ്ങൾ കുറവായിരിക്കും. എപ്പോഴും ഒരു സന്തോഷവും പോസിറ്റീവ് അന്തരീക്ഷം നിറഞ്ഞതായിരിക്കും ആ വീടുകൾ. 9, ഇവരുടെ രസകരമായ നിമിഷങ്ങൾ, കളികൾ ഇതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് നമുക്ക് പണം നേടാം. 10, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നായ്ക്കളും പൂച്ചകളും അങ്ങനെ എളുപ്പേന കൂട്ടുകാരാകണമെന്നില്ല. അതിനാൽ അവരെ ചെറുപ്പം തൊട്ട് ഒന്നിച്ച് വളർത്താതെ കുറച്ച് സമയം കളിപ്പിച്ച് അങ്ങനെ മാത്രം ഒന്നിപ്പിക്കാൻ ശ്രമിക്കുക. എന്തെന്ന് വെച്ചാൽ പട്ടികളും പൂച്ചകളും ഒരിക്കലും ഒന്നിച്ച് ചേരാത്ത മൃഗങ്ങളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ പെട്ടെന്ന് കൂട്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് പൂച്ചകളെയും പട്ടികളെയും ശ്രദ്ധിച്ച് ചെറുപ്പം തൊട്ട് വളർത്തി ശീലിപ്പിക്കുക. പിന്നെ അവരെ ചെറുപ്പം തൊട്ടേ പൂച്ചകളെ പട്ടികളെ കാണിച്ചും പട്ടികളെ പൂച്ചകളെ കാണിച്ചും ഇവർ നമ്മുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. എങ്കിൽ അവർ എളുപ്പനെ കൂട്ടുകാരാകുകയും വീടുകളിൽ അടുത്തുള്ള പട്ടികൾ പൂച്ചകളെ ഉപദ്രവിക്കാതിരിക്കുകയും പൂച്ചകൾ പട്ടികളെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യും. അതിനാൽ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഈ വീഡിയോ കാണുന്ന എത്ര പേരുടെ വീട്ടിൽ പൂച്ചകളും പട്ടികളും കൂട്ടാണെന്നും ഒന്നിച്ച് നല്ല സൗഹൃദത്തോടെ വളരുന്നുണ്ടെന്നും കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ പൂച്ചകളുടെയും പട്ടികളുടെയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.